ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടീൻ ഫെയറീസ് ആൻഡ് മോം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റമാണ്. പാലും ബ്രെഡും വെച്ച് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പി. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു കവർ പാൽ, അതായത് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാൽ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുരളിയ പാൽ വേണമെങ്കിലും എടുക്കാം. അത് കുറച്ചുകൂടെ തിക്നെസ് ഉള്ള പാലാണ്, അതാണെങ്കിലും എടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ബൗളിലോട്ട് എടുത്തിട്ട് അത് ഒരു 3 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡറിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് നമ്മൾ എടുത്ത് ഇതിലോട്ട് ഒഴിക്കണം. ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്കത് ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ പാലിവിടെ തിളയ്ക്കുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാല് ഏകദേശം തിള വരുന്നുണ്ട്. നമ്മൾ തിള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ മധുരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സ്പൂണ് പഞ്ചസാരയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സാണ് നമ്മൾ ഇനി ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ പാലിലോട്ട് നമുക്ക് ആ കസ്റ്റാർഡ് മിക്സും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാര്യം ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കട്ട പിടിക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ മിക്സ് ഇപ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നമുക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധാ ബ്രെഡ് തന്നെയാണ്. ബ്രെഡ് കട്ട് ചെയ്ത് നമുക്ക് ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഏത് പാത്രമാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ഇതൊരു കേക്കിൻ്റെ ട്രേ ആണ്. ഞാൻ അതുകൊണ്ട് അതിനകത്ത് കട്ട് ചെയ്ത്, നിങ്ങൾക്ക് സൈഡൊക്കെ കട്ട് ചെയ്തുവാണെങ്കിൽ ബ്രെഡ് വെക്കാം. ഞാനിപ്പോൾ ഫുൾ കട്ട് ചെയ്തപ്പം ഫുള്ളായിട്ടില്ല, സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കത് ഒരു ലെയർ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന കസ്റ്റാർഡ് മിക്സ് അത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അത് ചുറ്റും ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അത് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒരു കൈ കൊണ്ട് ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ നമ്മളിതുപോലെ ബ്രെഡ് വെക്കുന്നു. ബ്രെഡ് വെച്ച് നമ്മൾ മിക്സ് ഒഴിക്കുന്നു. അങ്ങനെ നമുക്കിപ്പോൾ 2 or 3 ലെയർ വേണമെങ്കിൽ നമുക്കതിന് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 ലെയർ ചെയ്യുന്നില്ല, 2 ലെയർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയർ വേണമെങ്കിൽ 3 ലെയർ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഗസ്റ്റൊക്കെ ആരെങ്കിലും വീട്ടിൽ വരുവാണെന്ന് നമുക്ക് പെട്ടെന്നാണ് ഇൻഫോം ചെയ്യുന്നതെങ്കിൽ ഒരു കവർ ബ്രെഡും പാലും മാത്രം മതി. കസ്റ്റർഡ് പൗഡറും വീട്ടിലിപ്പം മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡെസേർട്ട് ഐറ്റം നമുക്കത് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് ലെയറിലോട്ട് നമുക്കിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കി വരുന്ന മിക്സ് മൊത്തം ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പം ക്രഷ് ചെയ്ത കാഷ്യൂസാണ് അതിൽ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ഫ്രീസറിലോട്ട് വെക്കാം. ഫ്രീസറിലോട്ട് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞെടുത്താൽ നല്ല സെറ്റായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ സ്ഥലത്താണ് വെച്ചത്. അത് ഒരുപാട് സമയം വെച്ചില്ല, 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാനിതെടുത്ത്. അപ്പോൾ ഞാനതെടുത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാം. ഞാനൊരു സ്പൂൺ കൊണ്ടാണ് ഇതിപ്പോൾ എടുത്ത് കട്ട് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ വരും. കാര്യം ബ്രെഡും പാലും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം. അപ്പം എനിക്കത് ഒരു സ്പൂണിൻ്റെയും കൂടെ ഹെൽപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ അത് താഴ്പോവും. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുവാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.